നോബൽ ഒപ്പം തന്നെ ഇന്ത്യയുടെ ബോളേഴ്സിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ ഒരു പക്ഷേ റൺ കൊടുക്കുന്നതിൽ ഏറ്റവും പിശുക്കനായ വരുൺ ചക്രവർത്തിക്ക് പോലും വലിയ റൺസ് 4 ഓവറിൽ 47 റൺസ് അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നു. പക്ഷേ ഇത് ചെന്നൈയാണ്, വേഗം കുറഞ്ഞ പിച്ചാണ്, കുറെ കൂടി ബൗളർമാർക്ക് സ്പിൻ ബൗളേഴ്സിന് കുറെ കൂടി ആ ഒരു ആനുകൂല്യം കിട്ടാൻ സാധ്യതയുള്ളതാണ്. എന്റെ ചോദ്യം, കുൽദീപിന് എവിടെയെങ്കിലും ഒരു സാധ്യത കാണുന്നുണ്ടോ? വരുൺ അദ്ദേഹത്തിന്റെ ബൗളിംഗ് രീതിയിൽ എന്തെങ്കിലും മാറ്റം? വരുൺ ചക്രവർത്തിയെ മാറ്റിക്കൊണ്ട് കുൽദീപ് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. വരുൺ ചക്രവർത്തി ഇന്ത്യയുടെ ഏറ്റവും വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ്. കഴിഞ്ഞ മിക്ക കളിക്കാർക്കും ഏതെങ്കിലും ഒരു മത്സരം ഫ്ലോപ്പ് ആവുക എന്നുള്ളത് ക്രിക്കറ്റിൽ പറഞ്ഞതാണ്. ഇല്ല അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. സാറിന് അങ്ങനെ കാണുന്നുണ്ടോ? എനിക്ക് ഉദ്ദേശം ശരിക്കും പറയുകയാണെങ്കിൽ വരുണെ ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്ട്രൈക്ക് ബൗളറാണ്. പിന്നെ ഒരു മാച്ചിൽ അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യണം. വരുണിനെ നിർത്തിക്കൊണ്ട് കുൽദീപിനുള്ള ഒരു സാധ്യത കൂടി കാണുന്നു. അതായത് ഒരു കാരണവശാലും കുൽദീപിനെ ഡ്രോപ്പ് ചെയ്യരുത്. ബിക്കോസ് അങ്ങനെ ഈസ് എ ഭയങ്കര ഒരു ട്രിക്കി ബൗളറാണ്. അതിനെ ഫോഴ്സ് ചെയ്യാനായിട്ട് കുറച്ചൊരു പ്രയാസമുള്ള ബൗളറാണ്. അതുപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, അയാൾ ഒരു മാച്ചിലും ഫെയിൽ ചെയ്തിട്ടില്ല. ബൗളിംഗ് വാസ് ഗുഡ്. നേരെ മറിച്ച് വരുൺ ചക്രവർത്തി റണ്ണ് കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അസസ്മെന്റ് നോക്കുമ്പോഴത്തേക്ക് പുള്ളിയെ ഡ്രോപ്പ് ചെയ്യാൻ ചാൻസ്. നമുക്ക് ഇന്ത്യയെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ പോരാണെന്ന് സാർ പറഞ്ഞത്. അതാണ്. അപ്പം നമ്മൾ സിംബാബ്വെ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഹീറ്റ് സ്ട്രീക്ക്, ആന്റി ഫ്ലവർ, ഗ്രാൻഡ് ഫ്ലവർ ഒരു കൗമാരകാലത്ത് നമ്മൾ കണ്ട് തഴുതു വരെ അന്ന് വലിയ അട്ടിമറികളൊക്കെ നടത്താൻ കെൽപ്പുള്ളൊരു ടീമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അവർ താഴേക്ക് പോയി. അതിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മൾ കണ്ടത് ഇത്തവണ. അപ്പൊ നമ്മൾ സിംബാബ്വെയെ സാറ് പറഞ്ഞതുപോലെ നേരത്തെയാണ് നമുക്ക് നേരത്തെ അടിച്ചിലായിരുന്നു, പക്ഷെ അതിപ്പോ പറ്റില്ല എന്നുള്ളതാണ്. ആക്ച്വലി ഉയർത്തെഴുന്നേൽക്കാനുള്ള കാരണം എന്താണ്? അവിടുത്തെ ക്രിക്കറ്റ് ബോർഡ് ബ്ലണ്ടർ ചെയ്തു, ICC ബാൻ ചെയ്തു. സോ അവിടുത്തെ പ്ലെയേഴ്സ് ഫോർച്ചുനേറ്റ്ലി കളി നിർത്തി വീട് കളി പോയില്ല, അവർ കളിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് അവർ വന്നു കഴിഞ്ഞിട്ട് നല്ല പെർഫോമൻസ് ഇത്തവണ കാണിക്കാൻ പോയത്. ആ ഇത്തവണ കാണിക്കേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് വേൾഡിനോട് പറയണം, ഇറ്റ് വാസ് എ മിസ്റ്റേക്ക് ഞങ്ങളെ വെളിയിൽ നിർത്തിയത്. അത് ഇത്തവണ കളി ജയിക്കാമെന്നുണ്ടെങ്കിൽ അവർ പ്രൂവ് ചെയ്യും ദാറ്റ് ഇങ്ങനത്തെ ഒരു ടീമിനെ വെളിയിൽ നിർത്താൻ പാടില്ലായിരുന്നു എന്നുള്ളത്. സൂപ്പർ 8 വന്നത് തന്നെ വലിയൊരു സന്തോഷം നൽകുന്നുണ്ട്. പക്ഷേ ഇന്ന് കളിക്കുന്ന ഇന്ത്യയോടായിപ്പോയി. ഇന്ത്യയോടായി പോയെങ്കിലും ഇന്നത്തെ സിറ്റുവേഷനിൽ ആരാണ് കളി ജയിക്കാൻ പോണതെന്നുള്ളത് മൊമെന്റം പോലിരിക്കും.